ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നമ്മൾ വെറുതെ കളയുന്നതും കത്തിച്ച് കളയുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാം. ആദ്യം നമുക്കൊരു ഡസ്റ്റ് ഡെക്കോർ ഉണ്ടാക്കാം. ആദ്യം നല്ല 3 ഐറ്റം ഉണ്ടാക്കുന്നതും ഡസ്റ്റ് ഡെക്കോർ തന്നെയാണ്. സോ ഫസ്റ്റ് ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു ബോക്സിൻ്റെ ഒരു സൈഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബേബി ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സിൻ്റെ ഒരു സൈഡാണ്. കാർഡ്ബോർഡ് എടുത്താൽ മതി. ഞാൻ ഇതൊരു വൈറ്റ് കളർ ഉണ്ടായതുകൊണ്ട് ഇനി വൈറ്റ് പെയിൻ്റ് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ബോക്സ് എടുത്തത്. ഇനി ഇതിലോട്ട് ഏകദേശം ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് പോലെ ആക്കിയിട്ട് ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ 2 എണ്ണം വേണ്ടതുകൊണ്ട് നമുക്ക് 2 ഒരേ സൈസ് കിട്ടാൻ ജസ്റ്റ് അതൊന്ന് പേപ്പറിൽ വരച്ചിട്ട് അതൊന്ന് ട്രേസ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കളർ ചെയ്യണം. ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ, എനിക്ക് പെയിൻറ്റ് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു മടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലൊരു യെല്ലോ മാർക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്കർ വെച്ചിട്ടാണ് കൊടുത്തത്. വലിയ കുഴപ്പമൊന്നുമില്ല, അതിൽ പിടിക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിൽ വരുന്ന പീസിൽ ഒരു ചെറിയൊരു കുഞ്ഞ് ഹാർട്ടും കൂടെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലൊരു കുഞ്ഞി കണ്ടെയ്നർ ഉണ്ടായിരുന്നു. അത് ജീരകമിഠായി എന്തോ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു ആപ്പിൾ ഷേപ്പിൽ വരുന്നത്. അതല്ലാണ്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ താഴെ ഭാഗം ബേസ് ആക്കിയിട്ട് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു ചതുരം ആക്കിയിട്ട് എടുക്കുക. ചതുരോ എന്തെങ്കിലുമൊക്കെ ഷേപ്പ് ആക്കിയിട്ട് അതും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ നമ്മളെ ഉദ്ദേശം റീയൂസ് ആയതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാമെന്ന് മാത്രം. അപ്പോൾ കുറച്ച് പൊക്കിയിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഇതിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഉടായ്പല്ല പാവങ്ങളുടെ തുളിർ ഫ്ലവർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വേണം. എൻ്റെ കയ്യിൽ സ്റ്റിക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ അതിൽ നിന്നൊരു പൊട്ട് എടുത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈർക്കിൽ തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഇതാ പിസ്തൻ്റെ ഷെല്ലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിൽ 3 എണ്ണം മതി. 3 എണ്ണം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ നമ്മളെ തുളിർ ഫ്ലവറുടെ റെഡിയാണ്. ഇനി ഇതിനെ ഒന്ന് കുട്ടപ്പനാക്കിയിട്ട് എടുക്കണം. സോ കളറിങ് ചെയ്യാം. അതിന് ഞാൻ മടി കാരണം തന്നെ ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് യെല്ലോ മാർക്കർ യൂസ് ചെയ്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാം. പിന്നെ ആ സ്റ്റെമ്മിൻ്റെ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റിക്ക്, അതൊന്ന് ഇതുപോലത്തെ ഗ്രീൻ ടാപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതല്ലാണ്ട് നമുക്ക് നമ്മളെ കയ്യിൽ ആർട്ടിഫിഷ്യൽ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സോ ഫ്ലവേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഫ്ലവേഴ്സും ജസ്റ്റ് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഡസ്റ്റ് ഡെക്കോറായിട്ട് ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു 5 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ കണ്ടെയ്നറിലൊന്ന് ഫിക്സായി നിൽക്കണമല്ലോ. സോ ഒരു കുഞ്ഞ് തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ട് അതിലൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലോട്ടൊന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് വെച്ചെടുക്കാം. സോ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ആ ഫ്ലവേഴ്സ് ഒന്നും കൂടെ പൊങ്ങി നിന്നാൽ ഒന്നും കൂടി ഭംഗി ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് അല്ലേ? ഇനി നമുക്ക് സെക്കൻഡ് ഐറ്റം ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ ഇതുപോലെ പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. കുഞ്ഞേതോ വലുതോ ഏത് വേണമെങ്കിലും എടുക്കുക. ഞാൻ ഇപ്പോൾ ചെറുതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ നോർമൽ ചാക്കന്നാണ് കേട്ടോ. ഞാൻ നാളൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫ്രെയിം ഉണ്ടാക്കിയ സമയത്ത്. അപ്പോൾ അതിൽ നിന്ന് ഈ കപ്പിൻ്റെ സൈസ് ഏകദേശമൊക്കെ വരുന്ന പോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കപ്പ് കവർ ചെയ്യുന്നത് പോലെ ഒന്ന് ചുറ്റിയിട്ടെടുക്കണം. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടിക്കുമ്പം വലിയൊരു ഇടയ്ക്കിടയ്ക്ക് ഈ ചാക്കായതുകൊണ്ട് തന്നെ അതിൻ്റെ നൂലിങ്ങനെ പോരുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അതല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഒന്ന് കത്തിച്ചാൽ അതൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കും കേട്ടോ. ഞാനിപ്പോൾ അവിടെ ചെയ്തിട്ടില്ല, ലൈറ്റർ കയ്യിലില്ലായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു വൈറ്റ് ലേസ് ഉണ്ടായിരുന്നു. അത് മുകളിലും താഴെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ആൻഡ് ഇനി ഒരു ക്യാൻഡലും കൂടെ വെച്ചാൽ സംഭവം സെറ്റ്. ചെപ്പോഴൊന്നും അല്ല കേട്ടോ, ഇതങ്ങോട്ട് കണ്ടപ്പോഴാണ് ആഹാ എന്തോ ഒരു സന്തോഷം. നൈറ്റ് വ്യൂ അടിപൊളിയല്ലേ? അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിൻറ്റേജ് ലാമ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് തേർഡ് ഐറ്റം. ഞാൻ വീഡിയോ എടുക്കുന്നത് വരെ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കണം എന്നുള്ളത് മനസ്സിലില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ വേറൊരു സംഭവം തിരഞ്ഞതാണ്. അപ്പോഴാണ് ഈ 2 സംഭവം എൻ്റെ കണ്ണിൽപ്പെട്ടത്. അപ്പോൾ തോന്നിയ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്ത് നോക്കുകയാണ്. സക്സസ് ആയാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ അവിടെ ഫ്ലോപ്പ് ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്തു. പക്ഷേ സംഭവം സക്സസ് ആണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ വീഡിയോ കാണുന്നത്. ആ വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കേർട്ടണൊക്കെ വെക്കുമ്പം 2 സൈഡിലും ജോയിൻ ചെയ്യാൻ വെക്കുമല്ലോ, ആ ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ മറ്റേത് ബൾബൊക്കെ വെക്കുന്ന ആ ഒരു ഹോൾഡറാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റം നമ്മളെ വീട്ടിലുണ്ട്, പഴയതും കേടായതൊക്കെ. അപ്പോൾ അതിൽ നിന്ന് 2 എണ്ണം എടുത്തിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഇനി നമുക്കിത് ഇതുപോലെ ഈ ഒരു സംഭവം ഒട്ടിച്ചെടുക്കണം. അതിൻ്റെ അകത്ത് വെക്കേണ്ടത് ഈ ഒരു ലൈറ്റാണ്. ഈ ഒരു ലൈറ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അതിന് 18 രൂപയാണ് വരുന്നത്. ചെറുതാണെങ്കിൽ 15 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ഒരു ലാമ്പ് ഉണ്ടാക്കാനാണ്. അങ്ങനെ അതൊന്ന് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിച്ചത്. ഒട്ടിക്കുമ്പോൾ നമുക്കിത് ചെരിഞ്ഞ പോലെ തോന്നും. പക്ഷേ ചെരിഞ്ഞ് നിന്നാലേ മീൻസ് നമുക്ക് ആ ബാക്കിൽ ഓൺ ആക്കണമല്ലോ സ്വിച്ച്. അപ്പോൾ സ്വിച്ച് നമുക്ക് ഇങ്ങനെ കാണുന്നത് പോലെ ബാക്കിൽ നിന്ന് കൈയിടാൻ പറ്റുന്നത് പോലെ വേണം ഇത് ഒട്ടിക്കാൻ. ഇനി ഇത് 2ഉം കൂടെ ജോയിൻ ചെയ്തെടുക്കണം. അതും ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. ആ ഗ്ലൂ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ വേറെയും പെട്ടെന്ന് ഒട്ടിക്കുന്ന സൂപ്പർ ഗ്ലൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കാം. ആകുമ്പോൾ കുറച്ച് ക്യൂട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പിങ്ക് തന്നെയാണല്ലോ എപ്പോഴും നല്ലത്. സോ എൻ്റെ ഉണ്ടായിരുന്നത് ഡാർക്ക് പിങ്ക് ആയിരുന്നു. ആ പിങ്ക് റോസ് അതിലോട്ട് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് കളറൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കുകയാണ്. ഇനി കംപ്ലീറ്റ് ആയിട്ടൊന്ന് കളർ ചെയ്തിട്ട് എടുക്കണം.
വെള്ളം ഒട്ടും കൂട്ടാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. കാരണം ഇങ്ങനത്തെ ഒരു ബേസ് ആയതുകൊണ്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടില്ല. അപ്പോൾ വെള്ളം കൂട്ടാണ്ട് കൊടുക്കുകയാണ് നല്ലത്. വീഡിയോ കണ്ടിരിക്കുന്നിടയിൽ ആ ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നിട്ടുണ്ടെങ്കിൽ മറക്കണ്ട, വേഗം ചെയ്തോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്ന് പറയുന്നത് പോലെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഇപ്പോൾ 3 ആണല്ലോ ഉണ്ടാക്കുന്നത്, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടെ കൊടുക്കുക. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഇതാ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, വലിയ വൃത്തിയേടൊന്നും ഇല്ലാണ്ട് തന്നെ പെയിൻ്റ് ആയപ്പോൾ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ തോന്നി എനിക്ക് മറ്റേ പാത്രം ഉണ്ടാക്കിയ പോലെ ആയാൽ പിന്നെ പെടുമല്ലോ. അപ്പോൾ ഇത് തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഇതാണ് നമ്മുടെ കുഞ്ഞു ലാമ്പിൻ്റെ ലുക്ക്. ഒരു ഹോപ്പും ഒരു എക്സ്പെക്റ്റേഷനും ശരിയാവുമോ എന്ന് അറിയാണ്ട് ചെയ്തതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ വന്നപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തോ നമ്മൾ ഒറ്റയ്ക്ക് സ്വന്തമായിട്ടുള്ള ഐഡിയ വെച്ചിട്ട് ചെയ്തതല്ലേ, അപ്പം ഭയങ്കര ഒരു സന്തോഷം. പിന്നെ ഒരു നെഗറ്റീവായി തോന്നിയ കാര്യം മീൻസ് ഒന്നും കൂടി ശരിയാക്കാൻ തോന്നിയ കാര്യം ആ ഒരു ലൈറ്റിൻ്റെ പൊസിഷനാണ്. പക്ഷേ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് കൈയിട്ടിട്ട് നമുക്ക് ഓണാക്കാൻ കഴിയൂല. അപ്പോൾ പിന്നെ ഇങ്ങനെ നിർത്താനേ പറ്റുള്ളൂ. ഞാൻ മറ്റേ സംഭവമൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കി, പക്ഷെ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലാമ്പിൻ്റെ ഫൈനൽ ലുക്ക്. പോകാൻ വരട്ടെ, ഒരു ഡാർക്ക് വ്യൂവും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതുവരെ നമ്മൾ വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവർക്കും താങ്ക്സ്. ഇനിയും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.